മുടി വെട്ടരുത്, ആര് പറഞ്ഞാലും മുടി വെട്ടരുത് കേട്ടോ, വൃത്തികേടാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ നാളെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഊട്ടിയിലേക്കാണ്. അപ്പം ഞങ്ങൾ നമ്മൾ ട്രിപ്പ് പോകുമ്പം നമ്മളെ ഐറ്റംസ്, നമ്മളെ മേക്കപ്പ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് ഓർഗനൈസർ. അപ്പം അതിൽ വെക്കാൻ സാധനങ്ങളില്ല. അത് വാങ്ങിയിട്ടുള്ളൂ, പക്ഷെ വെക്കാൻ അധികം സാധനങ്ങളില്ല. നമ്മൾ ഈ ലിപ്സ്റ്റിക്ക്, ഐലൈനർ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുള്ളൂ. അപ്പം നമ്മൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങാൻ പോവുകയാണ്. പിന്നെ മാത്രമല്ല എൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളും ഉണ്ട്. സോ നമുക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ആ കാണുന്ന ഫാൻസിക്ക് പോവാം. എന്നെ പിടിക്കുന്ന ഈ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പേടില്ല. എന്താ ചോദിക്കണേ, ആലോചിച്ച് നിൽക്കാൻ. എന്തൊക്കെ വാങ്ങാൻ വന്നത്? എനിക്കിത് മതി, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. സച്ചിൻ്റെ അമ്മമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പം അവർക്കും കൂടെ നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അമ്മമ്മയ്ക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നതൊക്കെ. എനിക്ക് അമ്മമ്മ ഇങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുള്ളൂ, നമ്മൾ വേറെ വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല. ഇതാണ് അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുല്ലപ്പൂവിൻ്റെ ഒരു പൗഡറും ഒരു സ്പ്രേയും വാങ്ങി കൊടുത്തു. പിന്നെതാ വേറെ സ്പ്രേയും. അച്ഛനൊരു ചെരുപ്പ് വാങ്ങിട്ടോ. ഇത് പുറത്ത് പോകുമ്പോൾ ഇടാൻ, ഇത് പുറത്ത് പോകുമ്പോൾ ഇടാൻ, ഇത് വീട്ടിലിടാൻ. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഒരു സ്പ്രേയും ബണ്ണും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു പൊട്ടും, പിന്നെ ബാക്കിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അമ്മമ്മയ്ക്ക് അച്ഛനും വാങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒന്ന് കൊടുക്കാനാണ്. ആകെ ബ്ലോക്ക് ആയിരിക്കുകയാണ്, വണ്ടി എടുക്കാൻ യാതൊരു നിർവാഹമല്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി അഭിമാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും അറിയില്ല. അച്ഛൻ ചിലപ്പോൾ കടയിൽ പോയിട്ടുണ്ടാവും. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നല്ലേ? ഏപ്രിൽ 4 അല്ലേ? ഏപ്രിൽ 4 ഇന്നാ. അപ്പൊ ഇന്നലെയാണ്. അത് നോക്കി നോക്ക്. ാണ് പക്ഷെ ഏപ്രിൽ 4. അപ്പൊ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇത് പഠിച്ചു പിരിയോ? വെഡിങ് ആനിവേഴ്സറി അടിച്ചു വരുന്നു. അതെ, 4 ഏപ്രിൽ 4 ഇന്ന്. ഇത് ചെരുപ്പ് ഇട്ടോക്ക്. ഇത് വീട്ടിലിടാനുള്ള ചെരുപ്പ്. അമ്മമ്മേന്റെ തുറന്നോക്ക്. ഓള് വീട്ടിലുണ്ട്. യോ, കൊറച്ച് കേറ്റിട്. സീന് സ്റ്റാൻഡേർഡ്. 2 ചെരുപ്പ്. എവിടുന്നാ വരുന്ന കണ്ടേ? ഞാൻ വണ്ടിയിൽ വരുമ്പോ. എവിടുന്ന്? കാറിലും. സിനിമയ്ക്ക് പോയതാ. അൺബോക്സിംഗ്. എന്ത്? ഇവിടെ തുറന്നോ. ഇതിട്ടോ വെച്ചാ. ഇതെന്താ? വീട്ടില് ഉപയോഗിക്കാനുള്ള നെയിൽ കട്ടർ. അതിവിടെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അപ്പാത്തേക്ക് കൊടുക്കണം കേട്ടോ. മുല്ലപ്പൂവിന്റെ സ്പ്രേ. ഇതെന്താ മുല്ലപ്പൂവിന്റെ? അല്ല, ഇത് മുല്ലപ്പൂവിന്റെ പൗഡർ.
ഇത് മുല്ലപ്പൂവിന്റെ സ്പ്രേ, ഇതും പൗഡർ അല്ല, ഇത് ബോഡി ലോഷൻ, ഇത് വേറെ സ്പ്രേ, ഇത് വേറെ സ്പ്രേ, ഇത് മോയിസ്ചറൈസർ മുഖത്ത് തേക്കാന്, കുളി കഴിഞ്ഞിട്ട് മുഖത്ത് തേക്കാൻ, ഇത് ബണ്ണ്, ഇത് ഇവിടെ ബ്ലേഡിന്റെ കുറവുണ്ടെന്ന് എനിക്കറിയാം, ഒരു ബ്ലേഡും വാങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നാ ഇത് അമ്മ, ഇത് രണ്ടാൾക്ക് ഉപയോഗിക്കാം, ഡൈയുടെ പകരം. മറ്റൊരു തിരിച്ചിങ്ങി അങ്ങനെ അങ്ങനെ തേക്കാൻ പറ്റുന്നല്ലേ. അമ്മയ്ക്ക് പിന്നെ മുടിയൊന്നും നരയ്ക്കാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല, അവിടെ ഇവിടെ ഓരോന്നൊക്കെ നരച്ചിട്ടുള്ളൂ, അതിനു വേണ്ടി. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണം. അത് അമ്മമ്മ അച്ഛനൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഉടനെ പോവും. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഓർഗനൈസർ, മേക്കപ്പ് ഓർഗനൈസർ. അർജുനാമൻ ചോദിച്ചു, എനിക്ക് തരുമോ ടൂർ പോകുമ്പോൾ ഡ്രസ്സ് ഇടാനാണ്. അവർക്കൊക്കെ എത്ര മതിയോ ഡ്രസ്സ് ഇടാൻ. അപ്പം നമ്മൾ ഇതിൽ സാധനങ്ങൾ വെക്കാൻ പോവാണ്. ഇവിടെ വലിയ സാധനങ്ങൾ വെക്കാനാണ് പറഞ്ഞത്. ഇങ്ങനത്തതൊക്കെ ഇവിടെ വെക്കാനാണ് പറഞ്ഞത്. അപ്പം ഏതൊക്കെയാണ് ഇവിടെ വെക്കേണ്ടത് എനിക്കറിയില്ല. ഇവിടെ സ്പ്രേ ഒക്കെ വെക്കേ, സ്പ്രേ ഒക്കെ ഇവിടെ വെക്കല്ലേ. സ്പ്രേ ഇതിൽ കൊള്ളുവോ? അങ്ങനെ അങ്ങനല്ല, ഇതൊന്നും ഇവിടെ വെക്കും. ഇതിവിടെ വാസ്ലിനൊക്കെ എന്തിനെടുത്ത്? അത് ഇയമോൾ എടുത്തതാ. അതൊക്കെ പകലിടാൻ പറ്റൂല. വാസ്ലിന്, പിന്നെ ലിപ് ബാം, പിന്നെ ഐലൈനർ, ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ അത്ര തപ്പി നടന്നു എന്നറിയോ, എവിടെ പോയി. നെയിൽ പോളിഷ്, ഇതൊക്കെ ദിയമോൾ ഇതിൽ വെച്ചതായിരുന്നു കേട്ടോ. ഇത് വേണ്ടല്ലോ, ഇരുന്നോട്ടെ. കുത്തിക്കൊള്ളണമാതിരി കാണിക്കല്ലേ. കൊറേ മേക്കപ്പ് സാധനം ഉണ്ട്, എല്ലാവരും അറിഞ്ഞോട്ടെ. കണ്ണാടി ഒന്ന് ക്യാമറ ഒന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഗൈസ്. അതൊക്കെ എവിടെ വെക്കാം? വെക്കാല്ലേ. ഓക്കെ, ഇതില് പൊട്ട് നമുക്ക് എവിടെ? പൊട്ട് ഞാൻ ഊട്ടി കൊണ്ടിടൂല. ഞാൻ ട്രഡീഷണൽ ഇടുന്ന സാധനം. ചീപ്പ്, പിന്നെ ബണ്ണ്, 3 ബണ്ണുണ്ട്. എവിടെ വെച്ചാ? ഇവിടെ വെക്കാം. പൗഡർ ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ മോയിസ്ചറൈസർ എടുത്തോ. എന്റെ മോയിസ്ചറൈസർ ഉണ്ട്. ഇത് പിന്നെ ഞാൻ പോവാൻ എനിക്ക് ഇത് പോക്കറ്റിൽ ആവശ്യമുള്ള സാധനമാണ്. സ്പ്രേ എടുത്തില്ല. പിന്നെ മറ്റേതുണ്ട്, അപ്പുറത്തെ റൂമിലാണ്. പിന്നെ അതിന്റെ ഹൈലൈറ്ററും സാധനവും. ഫ്രണ്ട്സ്, നമ്മളൊരു ഹൈലൈറ്ററും പിന്നെ ഒരു സ്പോഞ്ചും വെക്കുന്നുണ്ട്. ഹൈലൈറ്റർ ഞങ്ങൾ ഇടലുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇടലുള്ളൂ. ബ്രഷും പേസ്റ്റ് ഒക്കെ എടുത്തോ? അത് നാളെ പിന്നെ വലിയ കണ്ടേ. അല്ല, നമ്മൾ എക്സ്ട്രാ ഒരു ബ്രഷ് ഇല്ലേ? എക്സ്ട്രാ ബ്രഷ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്താ പറയാ, നാളെ ഉപയോഗിക്കേണ്ടതാണ്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനി നാളെ പാക്ക് ചെയ്യാം. അപ്പൊ അത്യാവശ്യ ഘട്ടത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്തു. ഇത് വേണ്ടല്ലോ. ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് പോവാൻ നേരത്തെ എടുത്ത് വെക്കാം. ഇതിപ്പം നിങ്ങൾക്ക് ഇനി ഈ ഒരു ഓർഗനൈസർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഗൈസ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഭയങ്കര നല്ല കുറേ ഐറ്റംസ് ഉള്ളവർക്കൊക്കെ ഒരു ഓർഗനൈസർ തപ്പി നടക്കണവരൊക്കെ ഉണ്ടാവും. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. നമുക്ക് ഇതിൽ 3 കള്ളികൾ വരുന്നുണ്ട്. ഒന്ന് കുറച്ച് വലിയ വലിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ട്രിപ്പൊക്കെ, ചെറിയൊരു കുഞ്ഞു ട്രിപ്പൊക്കെ ആണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലം വരെ ഇതിനകത്തുണ്ട്. ഒരാളുടെ ശരിയാ. ഇവിടെ ഈ ഭാഗത്ത് വെക്കാനും പിന്നെ ഈ നെറ്റിന്റെ പുറകിൽ ഒരു ചെറിയ സിബ് ഉണ്ടല്ലോ, അവിടെ ഞാനിപ്പോ പെർഫ്യൂമുകളൊക്കെ നെറ്റിലാണ് വെച്ചേക്കണം. കാരണം അത് പൊട്ടാതാക്കാൻ വേണ്ടിട്ട് ഞാൻ അതിലാണ് വെച്ചേക്കണേ. ഇങ്ങനെ ഒമ്പത് ഉണ്ടാവും, ഇതിങ്ങനെ ആടി ആടി കളിക്കും കണ്ടോ. ഒരുപാട് സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് അച്ഛന്റെ അനിയന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അച്ഛനും അമ്മമ്മയും വരുന്നുണ്ട്. മുടി വെട്ടരുത്, ആര് പറഞ്ഞാലും മുടി വെട്ടരുത് കേട്ടോ, വൃത്തികേടാണ്. നമ്മള് ബോബടിക്കണൊക്കെ പറഞ്ഞു. പക്ഷെ ദിയമോളിലെ ഇന്നലെ ഒരു സാധനം കാണിച്ചല്ലേ, ഒരു ഇത്ര കട്ട് ചെയ്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കട്ടിയതാണത്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ദിയമോക്ക് ഇത്ര കട്ടിയാണല്ലേ രസം. ദിയമോക്ക് രസമാണ് കട്ട് ചെയ്ത് കുറച്ച് പാകം. അപ്പാപ്പി മുന്നിലിരുന്നോ? അപ്പാപ്പി മുന്നിലിരുന്നോ?
സ്ഥിരമുള്ളല്ലേ നല്ല വലിയ ഏത് ബ്രീഡാവും എനിക്കറിയില്ല. നല്ല ഇതില്ലേ വെല്ല ഏതാണ് അത് സാധനം? മിക്ക കണ്ട പേടിക്കും. ചായ കുടിക്കാൻ ഇറങ്ങിയാണ് ഞാൻ. പരിപ്പ് വട പിന്നെ കോളിഫ്ലവർ നമ്മളെ വാങ്ങി തന്നെ കേട്ടോ. നമ്മള് അച്ഛൻ്റെ അനിയൻ്റെ വീട് പണി ഇറക്കോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ മാങ്ങുണ്ട്. അപ്പം ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളപ്പം വീടിൻ്റെ അടുത്ത് KFC അറിയാനും ഇവിടെ ഉള്ളൂ. എടക്കര മാളിലാണ് ഗൈസ്, മാളാണ് ഈ KFCയും ഒക്കെ മാളാണ്. അങ്ങനത്തെ സോസുകൾ KFC ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു KFC ഇല്ലേ ഡയാന റോമിലും നാസ്റ്റയിലൊക്കെ കാണാൻ, ASMRലൊക്കെ കാണാൻ കുഞ്ഞു KFC ബക്കറ്റ് KFC ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പുറത്ത് എന്ത് ചൂടാ. ഞങ്ങൾ വീട്ടിൽ എത്തി. അമ്മമ്മേനെ അച്ഛനെ നമ്മൾ വീട്ടിലാക്കി, അമ്മമ്മേൻ്റെ വീട്ടിലാക്കി. അപ്പോൾ നാളെ പൊതിച്ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ ഊട്ടിക്ക് വരുന്നതന്നെ പൊതിച്ചോറ് തിന്നാനാണ്. അപ്പം പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. പയറ് വാങ്ങി, ഇത് കിഴങ്ങ്, പിന്നെ നമ്മൾ ചമ്മന്തി, മുട്ട പൊരിച്ചത്, അച്ചാറ് കിട്ടും. എനിക്കും കമ്പനി ഇല്ല, എനിക്ക് ആരും കസിൻസ് കമ്പനി ഇല്ല. ചേച്ചിക്ക് കുറച്ചെങ്കിലും ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മള് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ലിപ് ഗ്ലോസ് ആണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ അവര് പറഞ്ഞു ഇത് ലിപ് ഗ്ലോസ് ആണ്, കൊണ്ടുപോയിക്കോ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് വെറും ലിപ്സ്റ്റിക് ആയിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അങ്ങനെ സെയിം ഷെയ്ഡാണ്. ഞാൻ ലിപ് ഗ്ലോസ് ഉണ്ട് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതായിരുന്നു ശരിക്കത്തതാ, ഈ പിങ്ക് ആയിരുന്നു ശരിക്കത്തെ കളറ്. ഞാൻ ചേച്ചിന്റെ മറ്റേ ആ ഫേക്ക് എന്ന് വെച്ചാല് ഈ ലിപ്സ്റ്റിക്കും കൂടെ കുറച്ച് ഇത് ആക്ച്വലി നമ്മളെ ഉപയോഗിക്കണ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് നമ്മളെ നോർമൽ ലിപ് ഗ്ലോസില് നല്ലോണം ഇട്ടിട്ട് ഒന്ന് കുലുക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടും. നല്ല രസമല്ലേ പിട്ടകളൊക്കെ, നല്ല രസമല്ലേ. ഇവർ പറഞ്ഞു മിക്സഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിന്റെ മാതിരി ഉണ്ടാവും. അത്രയ്ക്ക് വരിക ചില ക്രീമൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഈ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഈ ഗ്ലിറ്ററിങ് ഇല്ലാതൊരു ഗ്ലോ കിട്ടൂലേ, അത് എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങനത്തെ വേണം എനിക്ക്. പക്ഷെ അതിൻ്റെ ഏതാണ് ബ്രാൻഡ്, അതിൻ്റെ പേരെന്താണ് ഒന്നും എനിക്കറിയില്ല. ഇപ്പം എനിക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്ക് അങ്ങനത്തെ വേണം നല്ല ആഗ്രഹമുണ്ട്. ഇതിപ്പം പറ്റൂല, കാരണം ഇത് ഹൈലൈറ്റർ അല്ലേ, ഇത് ഹൈലൈറ്റർ ആണ് തോന്നുന്നു. ഇതാണ് ഗ്ലോ എൻഹാൻസർ.